ഹേ ഗായ്സ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഭരതനാട്യത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള മോഹിനിയാട്ടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ്. യെസ്, ഭരതനാട്യം ഞാൻ കുറേ നാൾ മുമ്പ് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ട് റിവ്യൂ ഇട്ട ഒരാളാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത് അവരെല്ലാം കണ്ട് അവരെല്ലാം പോസിറ്റീവ് റിവ്യൂസ് തന്നതുമാണ്. സോ അത്തരത്തിൽ എനിക്ക് ഈ ഒരു സിനിമ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ബിക്കോസ് ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പത്തെ ആ ഒരു ഭരതനാട്യം മിക്ക ഒരു മൊബൈലിലാണ് കണ്ടിട്ടുള്ളത്. തിയേറ്ററിൽ പോയി കണ്ട വളരെ ചുരുക്കം പേരിൽ ഒരാളായിട്ട് എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് അന്നേ അറിയായിരുന്നു കൃഷ്ണദാസ് മുരളി എത്തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. സോ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ടോട്ടലി ഒരു ജേണർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഇതിനെ ഒരു ക്രൈം കോമഡി ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് മറ്റേതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന കുറച്ച് ഡ്രാമയും കോമഡിയൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു മൂവി ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ക്രൈം കോമഡി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ജേണർ ഷിഫ്റ്റ് തന്നെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഈ സിനിമ കാണാൻ വന്നതിൽ ഒട്ടുമിക്ക പേരും ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും എന്നുള്ളതിൽ വളരെ ആകാംക്ഷയാണ്. ഞാനും വളരെ ആകാംക്ഷയോടെയാണ് പോയി കണ്ടത്. ആൻഡ് ഞാൻ നിങ്ങളോട് ഒരു കാരണവശാലും ഞാൻ ഇതിൻ്റെ സ്റ്റോറിയുടെ ഒരു പാർട്ട് പോലും റിവീൽ ചെയ്യുന്നില്ല. കാരണം ഈ ഒരു സിനിമ ഇതിൻ്റെ സ്റ്റോറിയുടെ ഒന്നും അറിയാതെ നിങ്ങൾ പോയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂ. സോ ഈ റിവ്യൂ തുടർന്ന് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ഇതിൻ്റെ സ്റ്റോറി ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടർന്ന് കാണാം. സോ എന്തായാലും കാര്യങ്ങളിലേക്ക് പോകാം. സൈജു കുറുപ്പ് നായകനായിട്ട് വരുന്ന സിനിമയാണ്. സൈജു കുറുപ്പിൻ്റെ ആ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ, കഴിഞ്ഞ സിനിമയിൽ കണ്ടതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അത് തന്നെയാണ് ഇതിലേക്കും വരുന്നത്. പിന്നെ കലാരഞ്ജിനി തന്നെയാണ് ഇതിൽ ആ ഒരു സ്മോക്കിങ്ങിൻ്റെ ആ ഒരു സാധനം പറയുന്നതൊക്കെ. സോ അവരുടെ ഒരു വോയിസ് അറിയാമല്ലോ, ഒരു ചെറിയൊരു പ്രോബ്ലം വന്നതിന് ശേഷം അവരുടെ വോയിസ് അങ്ങനെയാണ്. പക്ഷേ ആ ഒരു വോയിസിനെ എങ്ങനെ ഹ്യൂമർ ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ബുദ്ധിപൂർവ്വം കൃഷ്ണദാസ് അത് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര എല്ലാ കാര്യവും ഈ ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ആക്ടേഴ്സിനും എല്ലാവരും കൈയടി അർഹിക്കുന്നു. അതിൽ എസ്പെഷ്യലി കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടർ വെൽ പ്രിപ്പയർഡ് സ്ക്രിപ്റ്റിനെ അതിലും നന്നായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് വൈസ് ആണെങ്കിലും എല്ലാം ഇതിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ സിനിമയിൽ ഇല്ലാത്ത കുറച്ച് പേര് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പണ്ട് മോഹൻലാലിൻ്റെ സിനിമകളിലൊക്കെ വലം കൈയായിട്ട് നടക്കുന്ന ഒരു ആക്ടറുണ്ട്, അപ്പോൾ പുള്ളിയുണ്ട്. പിന്നെ നമ്മുടെ നിസ്താറുണ്ട്, മറ്റേ വരുത്തനിലെ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും വന്ന ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സംഭവമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സുരാജിൻ്റെ ക്യാരക്ടർ, സുരാജ് സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, കുറച്ച് വെറൈറ്റി ആയിട്ട് സാധാരണ കാണാത്ത രീതിയിലുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ തെക്ക് വടക്ക് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ വന്നിട്ടുള്ള ക്യാരക്ടറിൻ്റെ കുറച്ച് നുവാൻസസ് ഒക്കെ വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ സുരാജ് ചെയ്തിരിക്കുന്നത്. അതും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫാമിലി അറിയാമല്ലോ, കഴിഞ്ഞ സിനിമയിലുള്ള എല്ലാ ആക്ടേഴ്സ് ഇൻക്ലൂഡിങ് ദ ട്വിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു അഭിനയം കാണാൻ പറ്റുന്ന അങ്ങനെ ഒരാൾ വന്നത് ബേബി ജീനാണ്. ബേബി ജീനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി അദ്ദേഹം ഒരു റാപ്പറാണ്. റാപ്പ് മ്യൂസിക് ഈ വേടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റാപ്പേഴ്സിനെ പോലെ മറ്റൊരു റാപ്പറാണ് ബേബി ജീൻ. അപ്പോൾ ഈ ബേബി ജീനിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് പൊട്ടൻഷ്യലിൻ്റെ ഒരു അല്പം നമ്മൾ മുമ്പൊരു സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്, മറ്റേ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഔട്ട് ആൻഡ് ഔട്ട് ബേബി ജീന് നല്ല റോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മറ്റേ കയ്യിലെൻ്റെ മൊത്തം ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ഒരു ശബ്ദം വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് മൊത്തം അതിനെ ഒരു കോമഡി വൽക്കരിച്ച് കാണിക്കാനായിട്ട് ശബ്ദം കൊണ്ടുള്ള പരിപാടികളൊക്കെ ഇതിനകത്ത് നൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേബി ജീൻ്റെ ഈ ഒരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത്, സുരാജിൻ്റെ ഒരു ബന്ധുവായിട്ടാണ്. ആ ഒരു ക്യാരക്ടറിനെ ബേബി ജീൻ പ്ലേ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്കതിൽ പല സീനുകൾ എടുത്ത് പറഞ്ഞ് അതിലെ കോമഡി പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ അത് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഫാമിലി ആയിട്ട് പോയാലും ഫ്രണ്ട്സായിട്ട് പോയാലും ഒറ്റയ്ക്ക് പോയാലും ഒക്കെ ചിരിക്കാനുള്ള ഈ മീംസ് ഒക്കെ വായിക്കുന്നവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വേഷം സിനിമ റെഫറൻസ് ഒക്കെ ഉണ്ട്, താനൂർക്ക് ചക്ക തിന്നാൻ പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെഫറൻസുകൾ. അങ്ങനെ ഒരുപാട് പഴയ മൂവി റെഫറൻസുകളും പിന്നെ ഒരുപാട് നാച്ചുറലി ഉണ്ടാകുന്ന ഹ്യൂമറും എല്ലാം എഴുതി അതിനെ വളരെ മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് ഒരു നല്ലൊരു ബിരിയാണി നല്ല മണമോടുകൂടി പ്രസൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ഈ ഒരു സിനിമ. പിന്നെ ഇതിലേക്ക് എന്താ പറയുക, ബിരിയാണിയുടെ കൂടെ ഒരു ചെറിയൊരു ബൗൾ ഐസ്ക്രീമും കൂടെ തന്നു. അത് ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡെസേർട്ട്, ആ ഒരു ഡെസേർട്ടായിട്ട് വിനയ് ഫോർട്ടിൻ്റെ കോമഡിയും കൂടെ വന്നതോടുകൂടി സിനിമ ഭയങ്കര ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കോമഡി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സീരിയസ് കോമഡി സീരിയസ് അങ്ങനെ പുട്ടിനിടയിൽ തേങ്ങ ഇട്ടിട്ട് പോണ പോലെ വന്നിട്ട് ലാസ്റ്റ് ആ ഒരു പുട്ടായിട്ട് ഫുള്ളായിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒരു ടേസ്റ്റി പുട്ട് കഴിച്ച ഒരു ഫീല് നമുക്ക് കിട്ടും. ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക് വൈസ് ആണെങ്കിൽ ബേബി ജീൻ തന്നെയാണ് ഇതിനകത്തുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളത്. കച്ചാട്ട തപ്പ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ഭയങ്കര രസമുണ്ട് അതൊക്കെ കേൾക്കാനായിട്ട്, അതിൻ്റെ സിറ്റുവേഷൻസ്. പിന്നെ ഇതിനകത്ത് ദൃശ്യ മൂവി റെഫറൻസുകൾ, അങ്ങനെ മൂവി റെഫറൻസുകൾ ഒരുപാട് ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. അത്തരത്തിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ആ ഒരു വിഷുവിന് ഒരു പ്രീ വിഷു വീക്കാണല്ലോ ഇത്, അടുത്ത വീക്കാണല്ലോ വിഷു. അപ്പോൾ ഈ ഒരു പ്രീ വിഷു നിങ്ങൾക്ക് നല്ല പോലെ ഫാമിലി ആയിട്ട് പോയി തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ, ഡാർക്ക് ഹ്യൂമർ എൻജോയ് ചെയ്യാൻ പറ്റിയ
അത് ഞാൻ എടുത്തു പറയുന്നു. ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് തമാശകൾ അറിയാലോ, നോർമലായിട്ടുള്ള തമാശയല്ല. പലർക്കും ഡാർക്കായിട്ട് തോന്നാവുന്ന സിറ്റുവേഷനുകളെ തമാശയാക്കി മാറ്റുമ്പോഴത്തേക്ക് അത് ഡാർക്ക് ഹ്യൂമറായിട്ട് മാറും. അത്തരത്തിലുള്ള ഡാർക്ക് ഹ്യൂമറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഉറപ്പായിട്ടും ഔട്ട് ആൻഡ് ഔട്ട് ചിരിക്കാനുണ്ടാകും. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ചിരി വന്നതാണ്. തമിഴിലൊക്കെ കൊലമാവ് കോകില, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോലെ അതിനേക്കാൾ രസമായിട്ട് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ രസമായിട്ട് ഒരു സിനിമ നമുക്ക് വേണ്ടി വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തരുന്ന ഒരു മൊമെൻറ്റാണ്. സോ അത്തരത്തിലൊരു സിനിമ ഇനി വേണമെങ്കിൽ ഇതിൽ എത്ര വേണോ എഴുതാം. കാരണം ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇനിയും പല പല സ്റ്റോറീസ് നമുക്ക് പ്ലേസ് ചെയ്യാം. അത്തരത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹ്യൂമേഴ്സ് ഭയങ്കരമായിരിക്കും. സോ ഇത് ഒരു മാസീവ് ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ സൈജു കുറുപ്പ് നായകനായപ്പോൾ പലരും പല സൈഡിൽ നിന്ന് ഞാൻ കേട്ടൊരിതുണ്ട്, സൈജു കുറുപ്പ് നായകനായ സിനിമയോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ ആ ഭരതനാട്യം കാണാൻ പോയപ്പോൾ എനിക്ക് ആ ഒരു സായികുമാറിൻ്റെ പെർഫോമൻസ് കൊണ്ടും ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് കൊണ്ടും ഒക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം എന്നൊരു ഡയലോഗൊക്കെയാണ്. അത്തരത്തിലുള്ള ആ പെർഫോമൻസ് ഒക്കെ എടുത്ത് ബാലേട്ടനെ സ്വല്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭരതനാട്യമായി. ആ ഒരു സിനിമയെ ആ ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഈ ഒരു മോഹിനിയാട്ടം സിനിമയിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഭരതനാട്യം 2ലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ ജേണൽ ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വെറൈറ്റി തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. ആ ഒരു സിനിമയിൽ നിന്നും ഈ ഒരു സിനിമയിലേക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ബെറ്റർമെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ ഇനിയും വലുതാക്കാൻ പറ്റും, ഇനിയും രസമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ഫാമിലി അവരുടെ ബോണ്ടിങ് ഒക്കെ ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ഉണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള തമാശകൾ, പിന്നെ ഫാമിലി മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ള തമാശകൾ, അമ്പലങ്ങളുടെ പിന്നിലെ ഐതിഹ്യങ്ങൾ, അങ്ങനെ കളിയാക്കാൻ പറ്റുന്ന എല്ലാ കാര്യത്തെയും കളിയാക്കി തമാശയാക്കി സമൂഹത്തിലുള്ള യഥാർത്ഥ കാര്യങ്ങളെല്ലാം ആ ഒരു സെറ്റയറിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ് നമ്മുടെ ഒരു മോഹിനിയാട്ടം. സോ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. ഉറപ്പായിട്ട് നിങ്ങളത് തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് ഈ ഒരു വിഷുക്കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് മോഹിനിയാട്ടം. ഇനി അടുത്ത് നല്ല അത്ര കിടിലം പടങ്ങളൊന്നും വരാനില്ല. സോ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു സിനിമ കണ്ടു നോക്കുക. യു വിൽ നെവർ ഒരിക്കലും നിരാശപ്പെടില്ല. അത്രയ്ക്ക് നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇതിലെ ഡാർക്ക് ഹ്യൂമേഴ്സ് അല്ലാതെ നോർമൽ ഹ്യൂമേഴ്സ് എല്ലാം വർക്കൗട്ട് ആവും. നമ്മൾ ലോജിക്കലി ചിന്തിക്കരുത്. ഓക്കെ, അതായത് ഇത് ശരിക്കും നടക്കുമോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. പക്ഷേ നമുക്കൊരു തമാശ സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ കുഞ്ഞിരാമായണം പോലത്തെ ഒരു സിനിമ, അല്ലെങ്കിൽ അത്തരത്തിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലത്തെ ഒരു സിനിമ, അത്തരം ഒരു സിനിമയാണ് ഈ ഒരു മോഹിനിയാട്ടം. സോ ഇതിലെ പല രംഗങ്ങളും ഇപ്പോഴും വേണമെങ്കിൽ ഓർത്ത് ചിരിക്കാനായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയാണ് ഈ ഒരു സിനിമ കണ്ടത്, റിവ്യൂ ഇടാനായിട്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. സോ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ നൗ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. GJ Verse എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.